മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതം എന്നൊരു രാഷ്ട്രം കഴിഞ്ഞ 10,000 വർഷത്തെ പാരമ്പര്യത്തിൻ്റെ നന്മയും പേറി നിലനിൽക്കുന്നു. ഈ 10,000 വർഷങ്ങൾക്കിടയ്ക്ക് മറ്റനവധി സംസ്കാരങ്ങൾ ഉത്ഭവിക്കുകയും അവയെല്ലാം മണ്ണടിഞ്ഞു പോവുകയും ചെയ്തു. എന്നിട്ടും ഭാരതം മരിച്ചില്ല. 1000 വർഷത്തെ വിദേശ മുസ്ലിങ്ങളുടെയും വിദേശ ക്രിസ്ത്യാനികളുടെയും ക്രൂരമായ ഭരണത്തിലൂടെ കടന്നുപോയിട്ടും ഭാരതീയ പൈതൃകം അടിമുടി നശിപ്പിക്കാനായിട്ട് നിരന്തരം ഇവരെല്ലാം ശ്രമിച്ചിട്ടും ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കഴുത്തറത്തും അല്ലാതെയും വധിച്ചിട്ടും ഭാരതമെന്ന രാഷ്ട്രം ഇന്നും നിലനിൽക്കുന്നു. AD 995 മുഹമ്മദ് ഗസ്നി ഭാരതത്തിലേക്ക് കയറിയത് മുതൽക്ക് ആരംഭിക്കുന്നു വിദേശാധിപത്യം. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയോടുകൂടി ഭാരതത്തിലെ ഹൈന്ദവ ജനത അനുഭവിച്ച ദുഃഖങ്ങൾക്ക് കുറെയെല്ലാം അറുതി വന്നു. ഈ കാലയളവിൽ ഭാരതത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരു ദുരിതവും അനുഭവിച്ചിട്ടില്ല. കാരണം മുസ്ലിങ്ങളായിരുന്നു 650 വർഷം ഇവിടെ ഭരിച്ചിരുന്നത്. ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കാനായിരുന്നു അവർ ഭരിച്ചിരുന്നത്. പിന്നെ ഇവിടെയുള്ള സമ്പത്തുക്കൾ ചൂഷണം ചെയ്തു കൊണ്ടുപോകാനും അതിനുശേഷം ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും സ്പെയിൻകാരും ഇംഗ്ലീഷുകാരും ഭരിച്ചപ്പോഴും ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാനും ആ ക്രിസ്ത്യാനികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവരുടെ ഏജന്റുമാരായി ക്രിസ്ത്യാനികൾ ഇവിടെ വളരാനും വേണ്ടിയുള്ള സൗകര്യമാണ് അവരുണ്ടാക്കിയത്. അവരിൽ പലരും ഭാരതത്തെ ക്രൂരമായി ഭരിച്ച് വേദനയോടുകൂടി നശിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും അവരിന്നും ചില ഭാരതീയ ക്രിസ്ത്യാനികൾക്ക് പുണ്യവാളന്മാരായിട്ട് പള്ളികളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് പ്രാർത്ഥിക്കപ്പെടുന്നുണ്ട്. ഈ ഹൈന്ദവ ജനത, ഭാരതീയ ജനത 1000 വർഷം അടിച്ചമർത്തലിൻ്റെ വേദന അനുഭവിച്ചതിന് ശേഷം നാം സ്വതന്ത്രമായി. സ്വതന്ത്ര ഭാരതം പാകിസ്ഥാനിൽ നിന്നും അതുപോലെ ചൈനയിൽ നിന്നും കുറേ ആക്രമണം ഏറ്റുവാങ്ങി വേദനിച്ചു. ഒരുപക്ഷെ ഇന്നും ഭാരതത്തിൽ നിലനിൽക്കുന്ന വേദനാജനകമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാധ്യനെന്ന് നമ്മൾ ബഹുമാനിക്കുന്ന ജവഹർലാൽ നെഹ്റുവും പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ് എന്ന് ലൈവ് മാഗസിൻ അക്കമിട്ട് നിരത്തുകയുണ്ടായി. രാജ്യാധികാരം പോലെ ഒരു കുടുംബം ഭാരതത്തെ ഭരിച്ചപ്പോൾ അവർ ചെയ്തതെല്ലാം നന്മകളാണ് എന്ന് സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കത്തക്ക വിധത്തിലുള്ളൊരു മാനസികാവസ്ഥ ഭാരതീയൻ്റെയും പത്രമാധ്യമങ്ങളുടെയും മനസ്സിൽ പതിപ്പിച്ചു. ഭാഷാപരമായ പ്രശ്നങ്ങൾ, നദീജല തർക്ക പ്രശ്നങ്ങൾ, ഭാരതത്തിലെ പൂർവോത്തര സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ, കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശം കൊടുത്തപ്പോഴുള്ള പ്രശ്നങ്ങൾ, സിഖുകാർക്ക് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഇതെല്ലാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേരിട്ടുള്ള സംഭാവനയാണ്. പാകിസ്ഥാൻ കൈയടക്കിയ കാശ്മീർ കഴിഞ്ഞ 60 വർഷമായിട്ട് POK എന്ന പേരിൽ നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻകാരുടേതാണ്. പാകിസ്ഥാനികൾ ഭരിക്കുമ്പോഴും ഇന്നും അത്
ഭാരതത്തിന് അവകാശപ്പെടാൻ പറ്റില്ലാതെയാക്കാൻ കാരണം 10 ദിവസം കൊണ്ട് പിടിച്ചെടുക്കാവുന്ന ഒരു രാഷ്ട്രഭാഗത്തെ നെഹ്റു ലോകത്തിൻ്റെ സമാധാന ദൂതനാകാൻ വേണ്ടിയാണ് അത് UNOക്ക് വിട്ടുകൊടുത്തത്. ചൈന ഭാരതത്തിലേക്ക് ആക്രമിച്ച് കയറിയപ്പോഴും ഇവിടെ നമ്മൾ പഞ്ചശീലവും ചൈന ബായിയും പറഞ്ഞുകൊണ്ട് നടന്നു. ആ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് മതത്തിൻ്റെ തീവ്രവാദം ഭാരതത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നിറഞ്ഞിരുന്നു. ഒരു വശത്ത് മതത്തിൻ്റെയും മറ്റൊരു വശത്ത് ജിയോഗ്രഫിയുടെയും ഭാഷയുടെയും പ്രശ്നം. ഹിന്ദിയെ തള്ളാൻ വേണ്ടി തമിഴ്നാടുകാര്, രായലസീമ പ്രശ്നം, ആന്ധ്രാപ്രദേശില് ബെൽഗാം ജില്ലയെക്കുറിച്ചുള്ള പ്രശ്നം, ചണ്ഡീഗഡിൻ്റെ പ്രശ്നം, പഞ്ചാബിലെ ഖാലിസ്ഥാൻ, കൂർക്കാലാൻഡ് പ്രശ്നം, ആസാം ഗണസംഗ്രാമ പരീക്ഷത്തിൻ്റെ പ്രശ്നം, കാശ്മീരിലെ പ്രശ്നം, നാഗ കലാപകാരികളുടെ പ്രശ്നം, മിസോ നക്സലൈറ്റുകളുടെ പ്രശ്നം, ബംഗാളില് തീവ്രവാദത്തിൻ്റെ പ്രശ്നം. ഇങ്ങനെ ഭാരതത്തിലെമ്പാടും ഒരു 10-40 വർഷം പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. തമിഴ്നാട്ടില് ശ്രീലങ്കയിലെ LTTE പ്രശ്നത്തിൻ്റെ ഇൻവേഷൻ, അതിനിടയ്ക്ക് പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിച്ചതും കാർഗിൽ യുദ്ധവും ഉൾപ്പെടെ, ഇങ്ങനെയുള്ളതെല്ലാം ഇല്ലാതെയാക്കാനോ ശാശ്വതമായി പരിഹരിക്കാനോ അല്ല നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ശ്രമിച്ചത്. അതിൽ നിന്നെല്ലാം മുതലെടുക്കാനായിരുന്നു നമ്മളെ ഭരിച്ചിരുന്നവര് ശ്രമിച്ചത്. 55 വർഷം ഭരിച്ചവരും 5 വർഷം ഭരിച്ചവരും 5 മാസം ഭരിച്ചവരും 5 ദിവസം ഭരിച്ചവരും അവനവൻ്റെ പാർട്ടിയെയും അവനവൻ്റെ സ്ഥാനത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നിർഭാഗ്യവശാൽ അവരെല്ലാവരും ഭരിച്ചത്. കാലം കുറേ വീണ്ടും കഴിഞ്ഞു. ഇപ്പം കാശ്മീർ ഏതാണ്ട് കെട്ടടങ്ങിയ മാതിരിയാണ്. അടുത്ത കാലത്ത് കാശ്മീരിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഒരു 100% ശാന്തമായിട്ടുള്ള കാശ്മീരാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അർദ്ധരാത്രിക്ക് ഒറ്റമുണ്ടെടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് ശ്രീനഗറിലൂടെ 10-20 കിലോമീറ്റർ നടക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അത് ശാന്തമായിരുന്നു. ഇന്ന് ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് ഇല്ല, ഇന്ന് ആസാം വിപ്ലവമില്ല, ഒരു പരിധിവരെ രായലസീമ കോൺഫ്ലിക്റ്റ് ഇല്ല, കാവേരി നദീജല തർക്കത്തിൻ്റെ ഏതാണ്ട് അത് തീർന്ന മാതിരിയായി. നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും പേരിൽ ഹൈന്ദവ ജനതയെ DMK അവഹേളിച്ചിരുന്നത് മാറി ഇന്ന് അവര് അമ്പലങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. ഹിന്ദിക്കെതിരായിട്ടുള്ള പ്രചരണം അവർ നിർത്തി. അതുപോലെ നാഗാലാൻഡ് കുറേയെല്ലാം ശാന്തമായി. അതിനുശേഷം മിസോറാമും ശാന്തമായി. ഇന്ന് ഭാരതത്തിനകത്ത് കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഭരിക്കുന്നവർ പരിഹരിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് വിഡ്ഢിത്തരായിരിക്കും, മണ്ടത്തരായിരിക്കും. ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ ഭാരതം ജനത കുറേയൊക്കെ തന്നെത്താനെ പരിഹരിച്ചതാണ്. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനതയുടെ പ്രശ്നങ്ങളായിരുന്നില്ല, രാഷ്ട്രീയക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളായിരുന്നു. ഏതാണ്ട് ഇന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറേയേറെ തന്നെത്താനെ പരിഹരിക്കപ്പെട്ടു. ഭാരതത്തിൽ 3 പ്രധാനമന്ത്രിമാർ വധിക്കപ്പെട്ടു. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വധിക്കപ്പെട്ടു, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു, രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു. അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ 3 തലവന്മാര് വധിക്കപ്പെട്ടപ്പോഴും ഭാരതം അചഞ്ചലമായി നിലനിന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് കഴിഞ്ഞ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഭാരതമെമ്പാടും ബോംബ് പൊട്ടുക, മുസ്ലിം തീവ്രവാദികളുടെ ആക്രമണത്തിൻ്റെ മുൾമുനയിൽ കേരളം ഉൾപ്പെടെയുള്ള ഭാരതീയ സംസ്ഥാനങ്ങൾ നിന്നിരുന്നു. എവിടെയെല്ലാമാണ് എപ്പോഴെല്ലാമാണ് ബോംബ് പൊട്ടുക എന്നുള്ളത് അറിഞ്ഞൂടാ. ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ ഇറക്കി വിട്ട് കൊല്ലുക, ബസ് കത്തിക്കുക, ട്രെയിൻ കത്തിക്കുക,
ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് പൊട്ടിക്കുക, ഏത് പ്രദേശത്ത് എപ്പോൾ എന്താ നടക്കുന്നത് എന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഭാരതം. എനിക്ക് തോന്നുന്നു നമ്മൾ അതും തരണം ചെയ്തു. ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തില് 1000 വർഷത്തെ അടിമത്തത്തിന് ശേഷം ഒരു 60 വർഷം 65 വർഷത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം ശാന്തമായ ഭാരതം ഇന്ന് കരയുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. ഇന്ന് ഭാരതം കരയുന്നത് വിദേശ ആക്രമണത്തിൻ്റെ വേദനയുടെ ചോരയോ കണ്ണുനീരോ ഒലിച്ചിട്ടല്ല. ഇന്ന് ഭാരതം കരയുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ തിന്മയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല. ഇന്ന് ഭാരതം കരയുന്നത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൊണ്ടുമല്ല. ഒരു പരിധിവരെ ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ നടക്കുന്ന ചൂഷണത്തിൽ ഭാരതം കരയുന്നു എങ്കിലും അത് പൊട്ടിക്കരയുന്ന ലെവലിലേക്ക് ഭാരതത്തെ എത്തിച്ചിട്ടില്ല. എത്തിക്കുമായിരിക്കാം ഒരു പക്ഷേ. ഭാരതം ഇന്ന് കരയുന്നത് അഴിമതിയിലാണെന്ന് തോന്നുന്നു. അഴിമതിയുടെ പരമകാഷ്ഠയിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അഴിമതി നിറഞ്ഞിരിക്കുന്നു. ഭാരതത്തിനും ഹൈന്ദവ ജനതയ്ക്കും ശ്രീരാമ ജന്മഭൂമിക്കും എല്ലാം വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന വ്യക്തി ആ പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവം അടുത്ത കാലത്തുണ്ടായിരുന്നു. ഇത്രയും വാർദ്ധക്യത്തിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിട്ടും അവനവൻ്റെ സ്ഥാനം പോകുമ്പോൾ മറ്റൊരാൾ ആ സ്ഥലത്ത് വരുമ്പോൾ ആ മറ്റൊരാൾക്കെതിരെ വിരൽ ചൂണ്ടിയത് സമൂഹം പണ്ട് ഇതേ വ്യക്തിക്ക് നേരെ വിരൽ ചൂണ്ടിയ വിഷയമായിരുന്നു. അപ്പൊ തൻ്റെ കാലിലെ മന്ത് ചെളിയിൽ മുക്കി വെച്ച് മറ്റുള്ളവൻ്റെ കാലിന് ഒരു കാലിലെ മന്ത് നോക്കിയിട്ട് മന്ദ എന്ന് വിളിക്കുന്ന വ്യക്തി ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും ഈ സംസ്കാരത്തിനും ഈ പൈതൃകത്തിനും ശ്രീരാമന്റെ ചരിത്രത്തിനുമെല്ലാം വേണ്ടി നിലനിൽക്കുന്നു എന്ന് ജനങ്ങളെ ബോധിപ്പിച്ച വ്യക്തി അവനവൻ്റെ കസേരയുടെ ഒരു ചെറിയ അനക്കം വന്നപ്പോൾ എല്ലാം വിട്ടൊഴിഞ്ഞ് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. ഭാരതത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരമോന്നത രാഷ്ട്രീയ നേതാവ് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ഇത്രയും രൂപ ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി എന്ന് പത്രങ്ങളിൽ വന്ന് ഒരാളും അത് തിരിഞ്ഞു നോക്കാൻ, അത് അന്വേഷിക്കാനില്ലാതെയായി. അതേ വ്യക്തിയുടെ മരുമകൻ എത്രയോ കോടി രൂപ റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലോ ഓഫ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് പരമരഹസ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്ലൈയാ കിട്ടിയത്. വിദേശത്ത് നിന്ന് വന്ന് ഭാരതത്തിൻ്റെ ഭരണാധികാരിയായി തീർന്ന അവരുടെ മകളുടെ ഭർത്താവ് ഇവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയത് ഏത് സാമാന്യ പൗരനും ചോദിക്കാൻ അവകാശമുള്ളത് ചോദിച്ചപ്പോൾ അത് പരമരഹസ്യമാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുക. അഴിമതിയുടെ കൂത്തരങ്ങായി ഈ നാടിൻ്റെ ഡിഫൻസ് ഉൾപ്പെടെ പ്രതിരോധം ഉൾപ്പെടെ കൈക്കൂലിയുടെ പരമലെവലിലെത്തിയിരിക്കുന്നു. കൽക്കരി ഓപ്ഷൻ ചെയ്തതിൻ്റെ കുംഭകോണം, 2G 3Gയുടെ കുംഭകോണം, അതുപോലെ ഏതെല്ലാം ചെറുതും വലുതും ഡിഫൻസിന് വേണ്ടി ഉണ്ടാക്കിയ കോളനിയും കെട്ടിടവും കുംഭകോണം, ഡിഫൻസിന് വേണ്ടി മേടിച്ച ഹെലികോപ്റ്ററുകളും ആയുധങ്ങളുടെയും കുംഭകോണം. എണ്ണി നോക്കിയാൽ ചീട്ടുപയോഗിച്ച് കളിക്കുന്ന കുട്ടികൾ ചീട്ട് മുറിച്ച് ചിരിച്ചു വെച്ച് ഓരോന്നായിട്ട് വീഴുന്നത് കണ്ട് കൈകൊട്ടി ചിരിക്കാറുണ്ട്. അതുപോലെ ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന വിധത്തിലുള്ള അഴിമതികളുടെ കഥ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പുറത്തു വന്നിട്ടും അതെല്ലാം ചെയ്യുന്ന മന്ത്രിമാരുടെ വാക്കുകളും പ്രസംഗ കസർത്തുകളും പത്രമാധ്യമങ്ങളിൽ വന്നിട്ടും ഓരോന്നിനും വേണ്ടതിൽ കൂടുതൽ അന്വേഷണ കമ്മീഷനുകളെ വെച്ചിട്ടും ഈ അന്വേഷണ കമ്മീഷനുകൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് അന്വേഷിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും ഈ കുംഭകോണത്തിൻ്റെ കോടികളും അന്വേഷണത്തിൻ്റെ കോടികളും ഒരുമിച്ച് ചെലവഴിച്ചിട്ടും അചഞ്ചലമായി നിൽക്കുന്നു ഒരു പ്രധാനമന്ത്രി.
ഈ നാടിന് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ്, എന്നാലും ഒരു കാര്യം മറക്കാൻ സാധിക്കില്ല, ഭാരതം അഭൂതപൂർവമായ വളർച്ച, അത് കോൺക്രീറ്റിന്റെ വളർച്ചയോ റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ വളർച്ചയോ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിന്റെ വളർച്ചയോ എക്സ്പോർട്ടും ഇമ്പോർട്ടിന്റെയും വളർച്ചയോ ഏതായാലും അത് നന്മ ഭാവിയിൽ ഉണ്ടാക്കുവോ തിന്മയാണോ ഭാവിയിൽ ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തൊഴിലുണ്ട്, സാമ്പത്തിക വളർച്ചയുണ്ട്, വികസിക്കാൻ അവസരമുണ്ട്, കുറേ അധികം നന്മകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അഴിമതി എന്ന സുനാമി അടിച്ച് ഭാരതീയന്റെ മനസ്സ് തകരുന്നു. കള്ളനോട്ടുകൾ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി പ്രചരിക്കുന്നത് പോലെയാണ്. അടുത്ത കാലത്ത് ഒരു നല്ല മുസ്ലിം നേതാവ് പ്രൊഫസർ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, സാറിനറിയോ, ആത്മീയതയുടെ പേരില് ഗവൺമെന്റിന്റെ പൈസയില് വിദേശത്ത് ആത്മീയ കാര്യത്തിന് പോകുന്നവര് കൊണ്ടുവരുന്നവരുടെ കയ്യില് കള്ളനോട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഗവൺമെന്റ് തയ്യാറായാൽ ഇവിടെ സംഭവിക്കുന്നത് ഭയങ്കരമായിരിക്കുമെന്ന് അയാൾ കുറെ കൂടി പറഞ്ഞു. അതൊന്നും ഞാൻ നിങ്ങളോട് പറയണില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു മുസ്ലിം പ്രൊഫസറാ പറഞ്ഞത്, ഒരു രാഷ്ട്രസ്നേഹിയായ പ്രൊഫസർ. ഞാൻ നിങ്ങളോട് അതേപോലെ പറയുന്നു, കേരളത്തിലെ ഭാരതത്തില് കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ട് പ്രചരിക്കുമ്പോഴും അത് ഗവൺമെന്റ് അനുമതിയോടുകൂടി പ്രചരിക്കുന്ന മാതിരിയുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. എത്രയെല്ലാം സ്ഥലത്ത് നിന്ന് ഇതെല്ലാം പിടിച്ചിട്ടും അന്വേഷണ കമ്മീഷനോ അന്വേഷണമോ നടത്തിയിട്ടും അതിനെ ശിക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ ആരുമില്ലാത്തൊരവസ്ഥ. കൈക്കൂലിയുടെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്നു ഭാരതം. ഒരു ഇഞ്ച് മുമ്പോട്ട് പോകണമെങ്കിൽ പണ്ടെല്ലാം 100, 500, 1000 കൊടുത്താൽ മതി, ഇപ്പൊ ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടത്. കൈക്കൂലിയുടെ ഒരു വശം സ്വജനപക്ഷപാതത്തിൻ്റെ, അവനവന് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിൻ്റെ ലെവല്. ഈ ക്ലാസ് ഈ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസത്തെ പത്രം നോക്കിയാൽ അത്ഭുതം തോന്നും. ആരാധ്യനും ബഹുമാന്യനും ശാന്തനും സത്യസന്ധനും ധർമ്മബോധമുള്ളവനും എന്ന് ധരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഭവിച്ചത് എന്തെല്ലാമാണ്. ആ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രി നിരത്തുന്ന വാദങ്ങളെല്ലാം നോക്കുക. അദ്ദേഹം തൻ്റെ മകനും തൻ്റെ ബന്ധുവിനും വേണ്ടി ചെയ്തത് എന്താണെന്നും കൂടി നോക്കുക. ആരും ഒരു തരത്തിലും മോശമല്ല, എല്ലാവരും അഴിമതിക്കാരാണെന്ന് പറയുകയല്ല. പക്ഷെ അഴിമതിക്കാരല്ലാത്തവർ എത്ര പേരുണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുകയായിരുന്നു. അപ്പോ മറ്റൊരുവന് വിരല് ചൂണ്ടുന്ന അതേ വ്യക്തികൾ തന്നെയാണ് ഇവിടെ നീചവും നിന്ദ്യവുമായ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഒരു കുടുംബം തകർന്ന വാർത്ത, ഒരു മന്ത്രിയുടെയും ഭാര്യയുടെയും വാർത്ത ആഘോഷത്തോടു കൂടിയാ കേരളത്തിന്റെ ചാനലുകളും പത്രങ്ങളും കൊടുത്തത്. പത്രധർമ്മത്തിന് തികച്ചും വിരുദ്ധമായിട്ട്. പത്രങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭാരതത്തിലും കേരളത്തിലും നടക്കുന്ന അഴിമതികൾ പുറത്തു വരുമായിരുന്നില്ല. പക്ഷേ പുറത്തു കൊണ്ടുവന്ന അഴിമതികള് ദിവസങ്ങൾക്കകം മാച്ച് അടുത്ത അഴിമതികളുടെ കഥ പറഞ്ഞ് അതിനെ പലപ്പോഴും എക്സാജറേറ്റ് ചെയ്ത് അതിശയോക്തി കലർത്തി അതിനെ സെൻസേഷണലാക്കി ഇല്ലാത്തത് പലതും ഉണ്ടെന്ന് വരുത്തി തീർത്ത് അതിനെ മനുഷ്യ മനസ്സിനെ വറങ്ങലിപ്പിക്കുന്ന ലെവലിൽ എത്തിക്കുന്ന പത്രത്തിൻ്റെ അധർമ്മവും ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട്. ഒരു കുടുംബകലഹം പത്രത്തിൽ ഇത്രയും വന്നത് ഭാരതത്തിലല്ലാതെ വേറെ വരില്ല, മാധ്യമങ്ങളിൽ വന്നത്. അതുപോലെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ചേർത്ത് അഴിമതി എന്നത് അത് പുറത്തു കൊണ്ടുവന്ന് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ധർമ്മമാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ വളരെ ചെറിയ കാര്യത്തെ പോലും അതിശയോക്തി കലർത്തി വികസിപ്പിച്ച് നീചമാക്കാൻ പത്രമാധ്യമങ്ങൾ നടത്തുന്ന ശ്രമമാണ് ഇന്ന് ഭാരതത്തിലും കേരളത്തിലും നടക്കുന്ന അഴിമതികൾക്ക് നേരെ ജനങ്ങൾ കണ്ണടയ്ക്കാൻ കാരണം ഓരോന്നും സംഭവിക്കുമ്പോൾ അതിൽ എത്ര സത്യമുണ്ട് എത്ര അസത്യമുണ്ട് എന്ന് പത്രങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ.
കാരണം അതിനകത്ത് ധാരാളം അതിശയോക്തിയുണ്ട്. നെഗറ്റീവുകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുക, പോസിറ്റീവുകൾ പ്രൊജക്റ്റ് ചെയ്യാത്ത പത്രമാധ്യമം, അവനവൻ ഇഷ്ടമില്ലാത്ത പാർട്ടിയെയും പാർട്ടിക്കാരെയും നീചവും നിന്ദ്യവുമായിട്ട് അപഹസിക്കുക. ഏതൊരു വ്യക്തിയാണോ രാമജന്മഭൂമിയുടെ പേരിൽ രഥയാത്ര നടത്തി, ഏതൊരു വ്യക്തിയെയാണോ അന്നും കഴിഞ്ഞ ആഴ്ച വരെയും ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ക്രൂശിച്ചത്, അതേ വ്യക്തി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ കേരളത്തിലെ പത്രങ്ങൾ ആ വ്യക്തിയുടെ കൂടെ നിന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തതും, ആ വ്യക്തി രാജി പിൻവലിച്ചപ്പോൾ ആ വ്യക്തിക്കെതിരെ സംസാരിച്ചതും ലോകത്തിലെ ഒരു പത്രവും ഒരു പത്രക്കാരും ചെയ്യാത്ത അത്രയും നികൃഷ്ടമാണ്. രാഷ്ട്രീയക്കാരെക്കാൾ നീചമാണോ പത്രമാധ്യമങ്ങൾ എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു. ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ അയാൾ അഭിമതനായി, അയാൾ തിരിച്ച് രാജി പിൻവലിച്ചാൽ വീണ്ടും അടുത്ത നിമിഷം അനഭിമതനായി. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ജനങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന പത്രങ്ങളിൽ നിന്ന് കാണുമ്പോൾ അവരെല്ലാം ഏതൊക്കെയോ പാർട്ടിയുടെയും ഏതെല്ലാം വിഷത്തിൻ്റെയും എല്ലാം വക്താക്കളല്ലേ എന്നുവരെ തോന്നിപ്പോകുന്നു. പലപ്പോഴും ഇവിടെ കൊക്കക്കോളയും മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളും വരാൻ വേണ്ടി പെർമിഷൻ കൊടുത്തവർ തന്നെയാണ് അവരിൽ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടി അവർക്കെതിരെ സമരം ചെയ്യുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് 1/3 നൂറ്റാണ്ട്, 1/3 നൂറ്റാണ്ട്, 35 വർഷം ഒരു സംസ്ഥാനം ഭരിച്ചവര് ആ നാട്ടിലേക്ക് നിങ്ങൾ പോയാൽ കാണാൻ സാധിക്കും ഏറ്റവും അവികസിത രാഷ്ട്രമാക്കിയിരിക്കുന്നത് ഇന്ന് ബംഗാളാണ്. ഭാരതത്തിൽ ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കർണാടകയിലേക്ക് തമിഴ്നാട്ടിലേക്ക് ജോലിക്കാർ വരുന്നത് ബംഗാളിൽ നിന്നാണ്. ആസാമികളാണെന്ന് അവരെ മുദ്രകുത്താണ്. അവർ വരാൻ കാരണം ഈ തൊഴിലാളികളുടെയും പാവപ്പെട്ടവൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും പേര് പറഞ്ഞ് അവനെ കുടിലിൽ തന്നെ നിലനിർത്തി അവനെ തുറന്ന് ചിന്തിക്കാൻ അനുവദിക്കാതെ അവനെ ഒരൊറ്റ പാർട്ടിയുടെ കൊടിക്കീഴിലാക്കി ജീവിതം മുഴുവനും തൊലച്ചവരാണ് ഇന്ന് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കൂടി നോക്കാം. ഈ കേരളത്തിൻ്റെ പൈതൃകവും സനാതന ധർമ്മവും നശിപ്പിക്കാൻ ഏറ്റവും മുൻകൈയെടുത്തവര് അവര് ഇന്നും പുരോഗമനവാദികളാകുന്നു. ലോകം മുഴുവനും ഭാരതീയ പൈതൃകത്തിലേക്ക് വരുമ്പോൾ ഇവരിന്ന് അതിനെ എതിർക്കുന്നു. അവരെന്തിനെയെല്ലാമാണോ എതിർത്തത് അത് തന്നെ ഒരു ചളിപ്പും ചുളിപ്പും ഇല്ലാതെ സ്വീകരിക്കാൻ നാണമില്ലാത്ത വിധത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഭാരതത്തെ കാശ്മീർ പ്രശ്നത്തെക്കാളും വേദനിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വ്യക്തിയെ നശിപ്പിച്ചാൽ അയാൾ മരിച്ചു എന്നേ ഉള്ളൂ. ഒരു കുടുംബത്തെ നശിപ്പിച്ചാൽ അത് പോയിന്നേ ഉള്ളൂ. ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ കൂടെ നിൽക്കുന്നവരും ചെയ്തത്രയും നീചകൃത്യം മറ്റൊരാളും ഒരു സംഘടനയും ചെയ്തിട്ടുണ്ടാവില്ല. അതും ഭാരതത്തെ വേദനിപ്പിക്കുന്നു. പെരിയോറുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടില്, ശിവജി സേനയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയില്, അങ്ങനെ ഭാരതമെമ്പാടും ഒരു ചെറിയ വിഭാഗം ജനതയാണെങ്കിലും നക്സലൈറ്റ് എന്നോ യുക്തിവാദി എന്നോ പുരോഗമനവാദി എന്നോ പേരില് അവര് ചെയ്ത പൈതൃക ധ്വംസനം ഈ രാഷ്ട്രത്തിൻ്റെ അടിവേരുകൾ തന്നെ പിഴുതെടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഇംഗ്ലീഷുകാരും മുസ്ലിങ്ങളും ഭരിച്ചപ്പോൾ പോലും ചെയ്യാത്ത അത്രയും നീചമായ സാംസ്കാരിക ധ്വംസനം ഇവർ പലരും ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രത്തോടുള്ള ബഹുമാനം ഇല്ലാതെയാക്കാൻ എപ്പോൾ ശ്രമിച്ചോ ആ രാഷ്ട്രത്തിൽ അഴിമതിയും അധർമ്മവും അനീതിയും അന്യായവും വളരാതിരിക്കില്ല. കാരണം ആ രാഷ്ട്രം അവിടെ താമസിക്കുന്നവർക്ക് സ്വന്തം ഭൂമിയും മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയും കർമ്മഭൂമിയും യജ്ഞഭൂമിയും ജ്ഞാനഭൂമിയുമാണെന്ന് ചിന്തിക്കാനുള്ള ആ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നത് അവിടുത്തെ സംസ്കാരം നഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തോടുള്ള ഭക്തിയും സ്നേഹവും നഷ്ടപ്പെട്ടാൽ ആ രാഷ്ട്രം അവിടെ വസിക്കുന്നവർക്ക് ഒരു വാടക വീട് മാതിരിയാണ്. അതിനെ പരമാവധി ചൂഷണം ചെയ്യുക. നമ്മുടെ കാടുകള്, നമ്മുടെ നദികള്, നമ്മുടെ ഭൂമി, നമ്മുടെ വായു, നമ്മുടെ അന്തരീക്ഷം
ഇതെല്ലാം ഇന്ന് നശിക്കാൻ ഒരു കാരണം ധർമ്മബോധം നഷ്ടപ്പെട്ട ഭരണാധികാരികള്, ധർമ്മബോധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, എല്ലാത്തിനെയും ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും എന്ന് കാണുന്ന ശുദ്ധ വർഗീയത അത് പരത്തുന്നവര് ഈ രാഷ്ട്രത്തിന്റെ ധർമ്മത്തെ പ്രചരിപ്പിക്കുമ്പോൾ അതാണ് വർഗീയത എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ അത്ഭുതകരമായി തോന്നുന്നു. ഭാരതം വികസിക്കുന്നുണ്ടാവാം, വളരുന്നുണ്ടാവാം, പുരോഗമിക്കുന്നുണ്ടാവാം, ഉയരുന്നുണ്ടാവാം, തളരാതെ മുമ്പോട്ട് പോകുന്നുണ്ടാവാം. ചൈനക്കാര് ഭാരതത്തെ ആക്രമിച്ചപ്പോ ഒന്നും ചെയ്യാതെ പിൻവാങ്ങിയ സേന പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അതൊക്കെ ചർച്ച കൊണ്ട് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത്, സ്വന്തം നാട്ടിനകത്ത് തിന്മകൾ വരുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷങ്ങൾ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ കൈക്കൂലി വാങ്ങിക്കുന്ന അതിർത്തി സേന, കൈക്കൂലി വാങ്ങിച്ച് ബംഗ്ലാദേശികളെ ഭാരതത്തിലേക്ക് കടത്തിവിടുന്ന അതിർത്തി സേന, ഒരു രാഷ്ട്രം വെറും വാടക വീടാകുമ്പോൾ സംഭവിക്കുന്നതാണ് ഇപ്പൊ ഭാരതത്തിൽ സംഭവിക്കുന്നത്. അവനവൻ എത്രത്തോളം അഴിമതിയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുമോ ഉണ്ടാക്കി ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 4-5 മാസമോ ജയിലിൽ പോയി കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ നല്ലൊരു അഡ്വക്കേറ്റിനെയും പരമാവധി പൈസയും കൊടുത്ത് കോടതി കേസുകളിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ 10 തലമുറ ഉണ്ടാക്കാനുള്ള കോടികളുടെ സ്വത്തുമായിട്ട് പിന്നെ ജീവിക്കാം. പിന്നെ ജോലിയും വേണമെന്നില്ല. ഏത് അഴിമതിക്കും ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുന്നതോടുകൂടി ആ അഴിമതിയും മരിക്കുന്നു. അഴിമതി ചെയ്തവന്റെ പേരും പ്രസിദ്ധിയും ഒരിക്കലും തളരാതെ തകരാതെ നിലനിൽക്കുന്നു. വേണ്ടതിനും വേണ്ടാത്തതിനും അന്വേഷണ കമ്മീഷൻ, അതിൻ്റെ കോടികള്, അതിൻ്റെ റിസൾട്ട് എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ ആളില്ലാത്ത ജനത, ഭരിക്കുന്നവരെ ഭരിക്കാൻ വിടാത്ത പ്രതിപക്ഷം, പ്രതിപക്ഷത്ത് ഏതെങ്കിലും വിധത്തില് അനീതിയും അന്യായവും ഉപയോഗിച്ച് ഭരണം കൈവറ്റാനുള്ള അവസരം, ഇങ്ങനെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുമ്പോഴും ഭാരതത്തിൻ്റെ ജനത, എൻ്റെ കുടുംബാംഗങ്ങള്, എൻ്റെ രാഷ്ട്രത്തിൻ്റെ ജനതതി ഇന്ന് കരയുന്നു. ഭാരതം കരയുന്നു. വിദേശികളെക്കാൾ നീചമായ രീതിയിൽ സ്വദേശികള് ഭാരതത്തെ ഭരിക്കുമ്പോൾ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു പ്രധാനമന്ത്രി, പരമാവധി ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മന്ത്രിമാര്, ഇവരെയൊക്കെ ഭരിക്കുന്ന വിദേശ വനിതയ്ക്ക് ഒരു ലക്ഷ്യം, അവനവന് സാധിക്കുന്നതെല്ലാം ഉണ്ടാക്കുക. അവർക്കിത് വാടക വീടാണ്, അവർക്കിത് ജന്മഭൂമിയല്ല, അവർക്കിത് മാതൃഭൂമിയല്ല, അവർക്കിത് പുണ്യഭൂമിയല്ല. അവരുടെ പുണ്യഭൂമിയും മാതൃഭൂമിയും ജന്മഭൂമിയും ഭാരതത്തിന് പുറത്താണ്. ഇവിടെ എന്ത് സംഭവിച്ചാൽ അവർക്കെന്ത്? അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും, ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരെയും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന നെഹ്റുവിൻ്റെ രക്തബന്ധത്തിൽ എന്ന് പറയുന്ന ഒരു കുടുംബവും ഭാരതത്തെ കരയിപ്പിക്കുന്നു. എനിക്കും കരച്ചിൽ വരുന്നു. നിങ്ങളിൽ ചിലർക്കെങ്കിലും കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷുകാരോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും ഈ പലതായ ഭാരതത്തെ ഒന്നാക്കിയതിന് നന്ദി പറയേണ്ട അവസ്ഥയിൽ ഒന്നായ ഭാരതത്തെ പലതാക്കുന്ന സ്വദേശികളെ കുറിച്ച് നമുക്ക് ദുഃഖിക്കാം. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും ഈ രാഷ്ട്രത്തിൻ്റെ വേദന ഉണ്ടാക്കുന്നതിലല്ലാതെ രാഷ്ട്രത്തിൻ്റെ വേദന ഇല്ലാതെയാക്കുന്നതിൽ ഇവരാരും ശ്രമിക്കുന്നില്ല. എനിക്ക് ഈ യൂട്യൂബിലൂടെ ഇത് കാണുന്ന കേൾക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ രാഷ്ട്രത്തെ വേദനിപ്പിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രണാമം, നമസ്കാരം.